ജന്നഹ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഖുർആൻ മറ്റൊരിടത്ത് ചോദിക്കുകയാണ്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലത്തെ പ്രയാസങ്ങളൊന്നും അറിയാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? മസ്സതുഹും അൽളറാഉ വൽ ബഅസാ, മസ്സതുഹുൽ ബഅസാഉ വൽളറാഉ വസുൽസിലൂ, നിങ്ങളുടെ മുൻഗാമികൾക്ക് പ്രയാസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. മനസ്സമാധാനമില്ലാതെ, മനസ്സുഖമില്ലാതെ, കഷ്ടപ്പാടും യാതനകളുമായി കഴിഞ്ഞുകൂടവെ വസുൽസിലൂ, അവർ നിലകൊണ്ട ഭൂമിയെ അല്ലാഹു പിടിച്ചു കുലുക്കുകയും ചെയ്തപ്പോൾ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ, അമ്പിയാക്കന്മാരും അവരുടെ കൂടെ നിന്ന ആളുകളും പറഞ്ഞുപോയി, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടുവോ? അല്ലാഹു നമ്മെ കൈവടിഞ്ഞോ എന്ന് അമ്പിയാക്കന്മാർ പോലും പറയുമാർ പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും അറിയാതെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുമോ? അല്ലാഹു ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓതി വെച്ച ആയത്തിലേക്ക് വരുന്നു. എന്തിനായിരുന്നു അല്ലാഹു പ്രയാസങ്ങൾ വരുത്തി വെച്ചത്? എന്തിനാണ് ലോകത്ത് അല്ലാഹു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എന്തിനാണ് പടച്ച തമ്പുരാൻ പരീക്ഷണങ്ങൾ ഒന്നിന്റെ പിറകെ മറ്റൊന്നായി കൊണ്ടുവന്നത്? ലഅല്ലഹും യതളറഊൻ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് അവർ താണുകേണു മടങ്ങാൻ വേണ്ടി, അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി പ്രയാസങ്ങൾ ഉണ്ടായി. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുന്ന പോലെ സമ്പത്തുള്ള ആളുകൾ അല്ലാഹുവിനെ ഓർക്കുന്നുണ്ടാവില്ല. അത് മനുഷ്യന്റെ ഒരു സൈക്കിക് സ്റ്റേറ്റാണ്, മനുഷ്യന്റെ മാനസികമായ ഒരു നില അങ്ങനെയാണ്. അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുത്തു നന്നാവാൻ വേണ്ടി. പരീക്ഷണം കൊടുത്തു നന്നായ ആളുകൾ അല്ലാഹു രക്ഷപ്പെടുത്തി. പരീക്ഷണം കൊടുത്തിട്ട് നന്നാവാതെ വന്നവർ അല്ലാഹു ചോദിച്ചു, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ, നമ്മുടെ പ്രയാസങ്ങൾ വന്നപ്പോൾ, നമ്മിൽ നിന്ന് പരീക്ഷണങ്ങൾ വന്നപ്പോൾ എന്തേ അവർ അല്ലാഹുവിലേക്ക് മടങ്ങാതെ വന്നത്? وزين لهم الشيطان ما كانوا يعملون, തിന്മകൾ മുഴുവനും നിർത്തിവെച്ച് എന്തുകൊണ്ട് സമൂഹം അല്ലാഹുവിലേക്ക് തിരിച്ചു വന്നില്ല? അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകൾ തന്നെ ശരിയെന്ന് പിശാചവരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്തേ അവർ തോന്നിവാസങ്ങൾ നിർത്തിവെക്കാതിരുന്നത്? എന്തുകൊണ്ട് മദ്യപാനവും വ്യഭിചാരവും നിർത്തിയില്ല? എന്തുകൊണ്ട് കൊള്ളയും കൊള്ളിവെപ്പും നിർത്തിയില്ല? എന്തുകൊണ്ട് അനാചാരങ്ങൾ അവസാനിപ്പിച്ച് അല്ലാഹുവിലേക്ക് തിരിച്ചു വന്നില്ല? അല്ലാഹു ചോദിക്കുകയാണ്. അല്ലാഹു എന്ത് ചെയ്തു? فلما نسوا ما ذكروا به, ഏതൊരു വിഷയം ഓർമ്മപ്പെടുത്താനായിരുന്നുവോ അവർക്ക് പരീക്ഷണങ്ങൾ കൊടുത്തത്, ആ വിഷയം അവർ ഓർക്കാതെ വന്നപ്പോ, പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് നന്നാകാതെ വന്നപ്പോ അല്ലാഹു എന്ത് ചെയ്തു? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, സർവത്തിന്റെയും കവാടങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ നാം തുറന്നു കൊടുത്തു. അല്ലാഹു പറയാണ്, എല്ലാ തിന്മയുടെയും കവാടങ്ങൾ അല്ലാഹു തുറന്നു വെച്ചു കൊടുത്തു. തിന്മകൾ ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളും, അതിന് വണ്ടിയും കാശും സംവിധാനങ്ങളും ടെക്നോളജിയും എല്ലാം അല്ലാഹു അങ്ങോട്ട് തുറന്നു കൊടുത്തു. ഏത് എക്സ്റ്റെന്റ് വരെ മനുഷ്യൻ പോകുമെന്ന് നോക്കാൻ. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാറ്റിന്റെയും കവാടങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു തുറന്നു കൊടുത്തു. അല്ലാഹു മുൻ സമുദായങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇത് അല്ലാഹുവിന്റെ രീതിയാണ്. എല്ലാം കൂടെ തുറന്നു വെച്ചു കൊടുത്തു. പരീക്ഷണങ്ങൾ കൊണ്ട് നന്നാകാതെ വന്നപ്പോ സർവ്വ സുഖങ്ങളും. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു,
അവർക്ക് നൽകപ്പെട്ടതിൽ സന്തുഷ്ടരായി മതിമറന്ന് സന്തുഷ്ടരായി ജീവിച്ചിരിക്കെ വളരെ പെട്ടെന്ന് നാം അവരെ പിടികൂടുകയുണ്ടായി. അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഈ ഒരൊറ്റ ആയത്ത് ഇത് മാത്രം മതി അള്ളാഹു എന്താണ് ഈ ലോകത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. ചരിത്രത്തിലൂടെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ചരിത്രം സൃഷ്ടിക്കാതിരിക്കുക. അതാണ് തിന്മയുടെ ചരിത്ര സൃഷ്ടി നമ്മിൽ നിന്നുണ്ടാകരുത്. ഇതിലേക്കുള്ള സൂചനയാണ് പരിശുദ്ധ ഖുർആൻ ഈ നൽകുന്നത്. സൗദി അറേബ്യയുടെ ഈസ്റ്റ് സൗത്തിലേക്ക് മാറിയിട്ട് UAE-യുടെയൊക്കെ സൗദിയുടെ നോർത്ത് ഈസ്റ്റിലേക്കും UAE-യുടെ സൗത്ത് ഈസ്റ്റിലേക്കും മാറിയിട്ട് പ്രവിശാലമായ ഒരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയുടെ പേര് NC ക്വാർട്ടർ എന്നാണ്. റുബുൽ ഖാലി എന്ന് പറയുന്ന പ്രദേശം. ആർക്കിയോളജിക്കൽ സർവേ കണ്ടെത്തിയിട്ടുള്ളത് ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവിച്ചിരുന്ന വലിയൊരു സാമ്രാജ്യത്തെ ഭൂമിക്കടിയിലേക്ക് മറിച്ചിടപ്പെട്ട ഒരു പ്രദേശമാണ്. ഏറ്റവും ഭീഭത്സമായ സാൻഡ് ഡ്യൂണുകളുള്ള മരുഭൂമി ഒന്നേ ഒന്നുള്ളൂ, അത് ഈ റുബുൽ ഖാലിയാണ്. NC ക്വാർട്ടർ എന്ന് പറയുന്ന ഈ മരുഭൂമിയാണ്. വലിയ മരുഭൂമിയുണ്ട്, സഹാറ മരുഭൂമി. തീർത്തും മനുഷ്യന് ഉപയോഗപ്രദമല്ലാത്ത അത്രയും ഡേഞ്ചറായ ഒരു പ്രദേശം ലോകത്ത് വേറെയില്ലെന്നാണ്. എന്താ സംഭവിച്ചത്? സംസ്കാരങ്ങളെ കീഴ്മേൽ മറിച്ചിടപ്പെട്ടതാണ്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമുദായം ഉണ്ടായിരുന്നു. സദോം എന്ന് പറഞ്ഞ സദൂമിൽ ജീവിച്ചു പോയവർ, ലോകത്ത് മനുഷ്യർ അതുവരെ ചെയ്തിട്ടില്ലാത്ത തിന്മയെ തുടങ്ങി വെച്ചവർ, അവരെ അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ടിട്ടുണ്ട്. അത് കുറച്ചങ്ങ് മാറി ഡമസ്കസിനപ്പുറം പലസ്തീനിനപ്പുറം ചാവുകടലിന്റെ അടുത്ത് ഡെഡ് സീയുടെ അടുത്താണ് കിടക്കുന്നത്. അതിന്റെയൊക്കെ മുമ്പ് ഇങ്ങ് സൗദിയുടെ മധ്യത്തിൽ കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് നമ്മൾ ഈ പറയുന്ന NC ക്വാർട്ടർ. അള്ളാഹു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ഇറാഖിലെ ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലുള്ള ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ്. നമ്മുടെ മക്കളൊക്കെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്നവരാണ്. മെസപ്പൊട്ടോമിയൻ നാഗരികത, അവിടെയാണ് നൂഹ് അലൈഹിസ്സലാം വന്നത്. അവിടെയാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തെ വെള്ളപ്പൊക്കമുണ്ടായത്. അവിടെ നിന്ന് പൊങ്ങിയ വെള്ളത്തിലാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ അങ്ങ് സഞ്ചരിച്ച് തുർക്കിയുടെ വടക്കേ അറ്റത്തൊക്കെ ചേർന്ന് അറാറത്ത് പർവ്വതത്തിന്റെ മുകളിൽ ജൂതി പർവ്വത മലമടക്കുകളിൽ നങ്കൂരമിട്ടത്. ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ ഖുർആൻ ചർച്ച ചെയ്ത ചരിത്രങ്ങളാണ്. എത്രയോ സമുദായങ്ങളെ അള്ളാഹു കൈകാര്യം ചെയ്ത രീതിയാണ് ഈ പറയുന്നത്. അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും. അതിലും നന്നാകാതെ വരുമ്പോൾ അള്ളാഹു സർവ്വ തിന്മയുടെയും കവാടങ്ങൾ അവർക്ക് തുറന്നു വെച്ചു കൊടുക്കും. അവരിഷ്ടം പോലെ ചെയ്തു കൂട്ടാൻ പിന്നെ അള്ളാഹു അവരെ പിടിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഖുർആനിന്റെ സമീപനത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുകയാണ് ഈ സദസ്സ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഏത് സ്റ്റേജിലാണ്? കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിലാണോ നമ്മൾ? അതല്ല, അത് മാറിയിട്ട് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ മുമ്പിൽ തിന്മയുടെ സർവ്വവാതായനങ്ങളും അള്ളാഹു തുറന്നു വെച്ച് സമൂഹത്തെ പിടികൂടാൻ അള്ളാഹുവിന്റെ ശിക്ഷയുടെ കഠിനമായ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന്റെ യുവതലമുറയെ അള്ളാഹു ഹിദായത്തിലേക്ക്, നന്മയിലേക്ക് നയിക്കുമാറാകട്ടെ. നമ്മളാണ് ഈ പ്രപഞ്ചത്തിന്റെ നാശം എപ്പോൾ വേണമെന്ന് നിശ്ചയിക്കുന്നത്. നമ്മളാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു എപ്പോൾ നശിപ്പിക്കണം എന്ന് അള്ളാഹുവിന്റെ മുഅല്ലഖായ ഒരു തീരുമാനത്തിന്റെ കാരണങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മളാണ്. പറഞ്ഞു വരുന്നത്, അന്ത്യനാൾ സംഭവിക്കേണ്ടത് എപ്പോൾ സംഭവിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം ചെയ്തു പറഞ്ഞു. അത് മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ സമൂഹത്തിന്റെ സംസ്കാരം എപ്പോഴാണോ തകർന്നടിയുന്നത്, പാശ്ചാത്യന്റേതുപോലെ മൃഗതുല്യമായ സംസ്കാരമായി മുഅ്മിനിന്റേത് എപ്പോൾ മാറുമോ അവിടെ തുടങ്ങുന്നു അന്ത്യനാളിന്റെ അടയാളങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ലാ തഖൂമുസ് സാഅതു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ മാത്രം ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലെ അന്ത്യനാൾ സംഭവിക്കുകയുള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഏറ്റവും മോശപ്പെട്ടവർ മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ സർവമാന സംവിധാനങ്ങളെയും അല്ലാഹു തകർത്തടിയുകയും തകർത്ത് തരിപ്പണമാക്കി ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്ന് അല്ലാഹു പറയുന്നത്, കടലുകൾ കരകവിഞ്ഞൊഴുകുമെന്ന് പറയുന്നത്, കടലുകൾ കത്തിക്കപ്പെടുമെന്ന് പറയുന്നത്, ഭീമാകാരങ്ങളായ ഗോള സമൂഹങ്ങൾ, താരകങ്ങളെ അല്ലാഹു ഉതിർത്തി വീഴ്ത്തുന്നത് എല്ലാം ഭൂമിയിൽ ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരം മാറുമ്പോഴാണ്, അവർ അല്ലാഹുവിൽ നിന്ന് അകലുമ്പോഴാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ അലം നജ്അലിൽ അർള മിഹാദാ, ഈ ഭൂമിയെ നിങ്ങൾക്ക് നാം തൊട്ടില് പോലെ മനോഹരമായി സംവിധാനിച്ചില്ലയോ? അല്ലാഹു ചോദിക്കാൻ. എന്താ ഈ തൊട്ടിലെന്ന് പറഞ്ഞാൽ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മനോഹരമായി കുഞ്ഞിനെ ഉറങ്ങാൻ ഇടം നൽകുന്ന, അവസരം നൽകുന്ന വേദിയാണ് തൊട്ടില്. മിഹാദ്, ക്രാഡിൽ, കുട്ടിയുടെ മടിത്തട്ടില് പോലെ ഈ ഭൂമി അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ചില്ലയോ? വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ നിങ്ങൾക്ക് നാം ഛായയായി ഭൂമിയെ ചാഞ്ചാടാതെ നിലനിർത്താനുള്ള ഭൂമിക്ക് മേൽ ആണിയടിച്ചതുപോലെ പർവ്വതങ്ങളെ സ്ഥാപിച്ചു തന്നില്ലയോ? പിന്നെ എന്തേ ഇവിടെ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത്? പിന്നെ എന്തേ ഇവിടെ സുനാമികൾ ഉണ്ടാകുന്നത്? പിന്നെ എന്തേ ഇവിടെ ഭൂവൽക്കങ്ങൾ ഉണ്ടാകുന്നത്? എന്തേ പിന്നെ ഇവിടെ അഗ്നിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് പിന്നെ കൊടുങ്കാറ്റുകളും പ്രളയങ്ങളും ഉണ്ടാകുന്ന ചോദ്യചിഹ്നമാണ്. ബഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യൻ ചെയ്ത തിന്മകൾ കൊണ്ട് കരയിലും ഭൂമിയിലും നാശം വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. എപ്പോഴാ നാശമുണ്ടായത്? മനുഷ്യൻ തിന്മ ചെയ്തപ്പോ. ലോകത്തെ ടെക്നോളജി ഏറ്റവും കൂടുതൽ ലോകത്തിന് സമ്മാനിച്ച രാജ്യമാണ് ജപ്പാൻ. ജപ്പാൻകാരനെ പോലെ ടെക്നോളജി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സയന്റിസ്റ്റുകളില്ല. സുബ്ഹാനല്ലാഹ്. സുനാമി പോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസ്, ഭൗമികപരമായ അപകടങ്ങൾ അതിജീവിക്കാനുള്ള സെറ്റപ്പുകൾ ജപ്പാൻകാരന്റെ നാട്ടിലെ വീടുകൾക്കുണ്ട്. സുനാമി റെസിസ്റ്റന്റുകളായ സംവിധാനങ്ങൾ അവരുടെ കരയിലുണ്ട്, കടലിലുണ്ട്. എന്നിട്ടെന്തേ അല്ലാഹുവിന്റെ കടലങ്ങ് ക്ഷോഭിച്ചപ്പോ ജപ്പാനുകാരൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതൊരു സൂചനയാണ്. ഇത് ജപ്പാൻകാരന് സാധ്യമല്ലെങ്കിൽ ലോകത്തെ ടെക്നോളജിയുടെയോ ഭൗതിക സൗകര്യങ്ങളുടെയോ പേരിൽ അഹങ്കരിക്കുന്ന ഒരു രാജ്യത്തിനും സാധ്യമേ അല്ല. ഇത് അല്ലാഹു നൽകുന്ന സൂചനയാണ്. ഹാറൂൻ യഹ്യ എന്ന് പറയുന്ന ഒരു ആധുനിക പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഉണ്ട്, harunyahiya.com എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള വസ്തുതകൾ, ഇസ്ലാമിക് ഒരുപാട് ഡോക്യുമെന്ററികൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയാ, 2005 ഉണ്ടായതിനേക്കാൾ 3 ഇരട്ടി ഭൂമിയുടെ ഭൂചലനങ്ങൾ ഇപ്പൊ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ്. 3 ഇരട്ടിയാണ് ഭൂമിയുടെ ഭൂചലനങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പത്രത്തിൽ ചെറിയൊരു ന്യൂസ് വരും, ഇത്ര റിക്ടർ സ്കെയിൽ 5.2, റിക്ടർ സ്കെയിൽ 6.7. എന്താണ് ഈ പറയുന്നത്? ആൾനാശമില്ലെങ്കിൽ അതൊരു വാർത്തയല്ല. ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അനക്കം തുടങ്ങിയിട്ടുണ്ട്, അനക്കം തുടങ്ങിക്കഴിഞ്ഞു. ഭൂമിയുടെ സർവഭാഗങ്ങളിലും അനക്കം തുടങ്ങി. ഇത് ബുദ്ധിയുള്ള മനുഷ്യന് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ അനങ്ങുകയാണെന്ന് ശാസ്ത്രകാരന്മാർ, സയന്റിസ്റ്റ് പറയുന്ന ഭൂചലനം എന്തുകൊണ്ട് പ്രവചിക്കാനോ അതിജീവിക്കാനോ മനുഷ്യന് സാധ്യമല്ല, സാധ്യമല്ല തന്നെ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. മനുഷ്യൻ ഇത്രേ ചോദിക്കാൻ പറ്റുള്ളൂ, എന്ത് സംഭവിച്ചു? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മനുഷ്യനെ തടുക്കാൻ പറ്റാത്ത അള്ളാഹുവിന്റെ അപകടങ്ങൾ, അള്ളാഹു നൽകുന്ന സൂചനകൾ മനുഷ്യ സംസ്കാരത്തിലേക്കുള്ള ചൂണ്ടുപലകകളാണ്. എവിടെയാണ് മുസ്ലിം നിൽക്കുന്നത്? ഇവിടെ അപകടങ്ങൾ വരുത്തി വെക്കുന്നത് മുസ്ലിമിന്റെ സംസ്കാരമെന്ന പരിശുദ്ധ ഖുർആൻ. നമ്മൾ നമ്മുടെ സംസ്കാരം
ഊരിവെച്ച് താഴെ വെച്ച് അന്യന്റേത് മേലങ്കി അണിഞ്ഞാൽ അല്ലാഹു ഇവിടെ നാശങ്ങൾ വരുത്തി വെക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ആയിഷ, അല്ലാഹു ഈ ലോകത്തെ ഒന്നാകെ നശിപ്പിക്കുന്നതിന് പകരം നശിപ്പിക്കുന്നതിന്റെ മുമ്പായി ഈ പ്രപഞ്ചത്തിൽ 3 അപകടങ്ങൾ നടക്കാനിരിക്കുന്നു. ഒന്ന് ഖസ്ഫൻ ബിൽ മശ്രിഖി വഖസ്ഫൻ ബിൽ മഗ്രിബി വഖസ്ഫൻ ബിജസീറത്തിൽ അറബ്. ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരു ഖസ്ഫ് നടക്കും. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്നിട്ട് അതിലേക്ക് ആളുകൾ, നഗരങ്ങൾ, സാമ്രാജ്യങ്ങൾ ഒന്നാകെ വീഴുന്നതാണ്. 2012 എന്ന് പറഞ്ഞ അമേരിക്കക്കാരൻ ഒരു അനിമേഷൻ മൂവി ഉണ്ടാക്കിയിട്ടുണ്ട്, ലോകാവസാനത്തിന്റെ ചിത്രം കാണിച്ചു തരാൻ. മനുഷ്യന്റെ അനിമേഷൻ അല്ല, മൂവി മേക്കറെടുത്ത് കളിക്കുന്ന കളിയല്ല അള്ളാഹുവിന്റെ ഖിയാമത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആല നടത്തുന്ന ഭൂമിയെ അള്ളാഹു നശിപ്പിക്കാൻ പോകുന്നത്. മനുഷ്യൻ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നില്ലെങ്കിൽ, സമൂഹങ്ങൾ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണിതൊക്കെ? ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന അപകടം ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നടക്കും. നമ്മളൊക്കെ ഇന്ത്യയൊക്കെ ഈസ്റ്റേൺ, ഫാർ ഈസ്റ്റിലും മിഡിൽ ഈസ്റ്റിലും പെടുന്ന പ്രദേശങ്ങളാണ് നമ്മളൊക്കെ. പടിഞ്ഞാറ് വെസ്റ്റേൺ രാജ്യങ്ങളിലും ഒന്ന് നടക്കും. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലും ഒരു ഖസ്ഫ് നടക്കുമെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? അറേബ്യൻ പെനിൻസുലയിൽ വരുന്ന രാജ്യങ്ങൾ: യമൻ, സൗദി അറേബ്യ, ഒമാൻ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖിന്റെ ഏതാനും ഭാഗം ഇത് കൂടുന്ന പ്രദേശത്തിനാണ് ജസീറത്തുൽ അറബ് എന്ന് പറയാം. അറേബ്യൻ പെനിൻസുല. ഇവിടെയും ഒരു ഭൂചലനം, ഒരു പിളരുന്ന അനുഭവം നടക്കുകയും ഭൂമി പിളർന്നിട്ട് എല്ലാവരും, നഗരങ്ങൾ, ജനങ്ങളും മുഴുവനും അതിലേക്ക് കൂപ്പുകുത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞപ്പോ ആദ്യത്തേതും അവസാനത്തേതുമായ മുഴുവൻ ആളുകളും അതിൽ പെട്ടുപോകുമെന്ന് പറയവേ നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി, നബിയേ, അയുഹ്സബു ബിഅവ്വലിഹിം വആഖിരിഹിം വഫീഹിമുസ് സാലിഹൂൻ. സജ്ജനങ്ങളായ ആളുകൾ ജീവിച്ചിരിക്കെ അത് നടക്കുമോ? നല്ല ആളുകൾ ജീവിച്ചിരിക്കെ അവരും ഇതിൽ പെട്ടുപോകുമോ നബിയെ? ജസീറത്തുൽ അറബിലാണല്ലോ മക്കയുള്ളത്, അവിടെയാണല്ലോ മദീനയുള്ളത്. മക്ക അല്ലാഹുവിന്റെ ഹറമാണ്, അല്ലാഹുവിന്റെ ഹോളി സാങ്ച്വറിയാണ് പരിശുദ്ധ മക്ക. പരിശുദ്ധ മക്കയിലും പരിശുദ്ധ മദീനയിലും ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ അവരും പെട്ടുപോകുമോ നബിയെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. തങ്ങളുടെ മറുപടി, അതെ, അവർ മുഴുവനും പെട്ടുപോകും. എന്തേ നബിയെ അതിനൊക്കെ കാരണം? എല്ലാവരും ഹറമിലുള്ള മുഴുവൻ ആളുകൾ അടക്കം ജസീറത്തുൽ അറബിലെ മുഴുവൻ രാജ്യക്കാരും അപകടപ്പെടുന്ന ഈ അപകടം എന്തുകൊണ്ട് നടക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി നമ്മുടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്കുള്ള സൂചനയാണ്. ഇദാ ഫശാ ഫീഹിമുൽ ഖുബുത്ത്, എന്റെ സമുദായങ്ങൾ, എന്റെ സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിച്ചു പോയാൽ അല്ലാഹു ഇങ്ങനെ നടത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വെച്ച് ആലോചിക്കണം, പ്രപഞ്ചത്തിന്റെ നാശം വരുത്തി വെക്കുന്നത് ആരാണ്? എവിടെ നിന്നാണ്? അഷ്റഫുൽ ഖൽഖ് 15 വസ്തുതകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ ചെറിയൊരു പരിചയം നടത്തുക മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇദത്തുഖിദൽ ഫൈഉ ദിവലൻ വൽ അമാനതു മഗ്നമൻ വസ്സകാതു മഗ്റമൻ വതുഉല്ലിമ ലിഗൈരിദ്ദീൻ. തങ്ങൾ ഇങ്ങനെ പറഞ്ഞു അവസാനമെത്തുമ്പോ ഇത്തരം 15 കാര്യങ്ങൾ എന്റെ സമൂഹത്തിൽ കാണാൻ തുടങ്ങിയാൽ ഫർതഖിബു, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. റീഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബഅ കനിദാമിൻ ബാലിൻ ഖുതിഅ സിൽകുഹു ഫതതാബഅ.
ചെമൽ കാറ്റുകളും ചുവന്ന കാറ്റുകളും ചുടുകാറ്റുകളും ഭൂചലനങ്ങളും ഭൂമി പിളരുന്നതും ആകാശത്തുനിന്ന് ചരൽ മഴ വർഷിക്കുന്നതും തുടരെയായി ഒരു മാലയുടെ ചരടച്ചു പോയാൽ അതിന്റെ മുത്തുമണികൾ വീഴുന്ന പോലെ ഒന്നിന് പിറകെ മറ്റൊന്നായി അപകടങ്ങൾ നിങ്ങളെ പിടികൂടുന്നതും കാണാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 15 കാര്യം നമ്മൾ അങ്ങോട്ട് വിസ്മരിച്ചാൽ ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ഈ 15 വസ്തുതകൾ തുടച്ചു നീക്കുകയാണ് മാതൃകാ സമൂഹത്തിന്റെ ഡ്യൂട്ടി. ഒന്ന്, എന്റെ സമുദായത്തിന്റെ പൊതുമുതലുകൾ ദുരുപയോഗം ചെയ്യപ്പെടരുത്. ബീബായ നിബിതങ്ങൾ പറയുകയാണ്, മനുഷ്യന്മാരെ വിശ്വസിച്ച് കൈപ്പറ്റുന്ന അവരുടെ സമ്പത്ത്, അത് ബിസിനസ്സിനാവട്ടെ അല്ലാത്തതിനാകട്ടെ,